പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 84-ാം സങ്കീർത്തനം 10-ാം വാക്യം: നിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഏറ്റവും നല്ലത് ഏതെന്ന്, ഏറ്റവും ഉത്തമമായത് ഏതെന്ന് കോരഹ് പുത്രന്മാരുടെ ഈ വാക്യത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നു. കോരഹ് പുത്രന്മാർ തങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധി കണ്ടതാ. തൻ്റെ പിതാവായ കോരഹ്, ഹല്ലേലൂയ, ദൈവത്തോട് മറുതലിച്ച്, ദൈവദാസനോട് മറുതലിച്ച് പട്ടുപോയപ്പോൾ ദൈവ ആലയത്തിൽ ആശ്രയം പ്രാപിച്ച ഈ തലമുറയ്ക്ക് പറയാനുള്ളത്, തങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. തങ്ങളുടെ പാപം ഓർക്കാതെ, തങ്ങളുടെ കുറവുകൾ ഓർക്കാതെ ദൈവസന്നിധിയിൽ ഓടി വരുന്ന ഏവനെയും കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. 1 ദിനവൃത്താന്തം 9-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കോരഹിൻ്റെ മക്കൾ യഹോവയുടെ ആലയത്തിൻ്റെ വാതിക്കൽ കാവൽക്കാരനായിരുന്നു, വാതിൽ പരിപാലകന്മാരായിരുന്നു, അവർ ആലയത്തെ സൂക്ഷിക്കുന്നവരായിരുന്നു. ഹല്ലേലൂയ. ഒരു തലമുറ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഹല്ലേലൂയ ദൈവത്തിലേക്ക് ഓടി വന്നവർ. പ്രിയരെ, ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. നിൻ്റെ പാപം കണക്കിടാതെ ഹല്ലേലൂയ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ പാപം ഉപേക്ഷിച്ച്, തെറ്റുപേക്ഷിച്ച് യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നാൽ തൻ്റെ അടുക്കൽ വരുന്നവനെ അവൻ ഒരു നാളും കൈവിടത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും നമ്മുടെ കഴിവോ, നമ്മുടെ യോഗ്യതയോ, നമ്മുടെ കുറവോ, നമ്മുടെ വലിപ്പമോ, നമ്മുടെ ചെറുപ്പമോ ഒന്നും നോക്കാതെ, ഹല്ലേലൂയ, ഒരു വ്യത്യാസവും കൂടാതെ അടുത്തു വരാൻ പറ്റുമെങ്കിൽ അപ്പ എന്ന് വിളിച്ച് പാപത്തെ ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കാൻ ഓടി വരുമ്പോൾ അവൻ്റെ രക്തം നിങ്ങളെ കഴുകും, നിങ്ങളെ കൊള്ളാവുന്നവരാക്കും, നിങ്ങളെ വിലയേറിയവരാക്കും. ഇതാ കോരഹ് പുത്രന്മാർ പറയുന്നു, ഹല്ലേലൂയ, വേറെ മറ്റ് സ്ഥലങ്ങളിൽ 1000 ദിവസത്തെക്കാട്ടിലും ദൈവസന്നിധിയിലെ ഒരു ദിവസം, അവൻ്റെ പ്രാകാരത്തിലെ ഒരു ദിവസം വലിയതാ. ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ നല്ല പൊസിഷനും നല്ല ആഹാരവും നല്ല പദവിയും ലഭിച്ച് കഴിയുന്നതിനേക്കാൾ എൻ്റെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലിൽ ഒരു കാവൽക്കാരനായി ഇരിക്കുന്നതായി ഏറ്റവും വലുത്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും ഈ ഒരു തീരുമാനം നമുക്കും വേണം. നമ്മുടെ ജീവിതത്തിൽ ഏതാ വലുത്, ഏതാ ഹല്ലേലൂയ പ്രാധാന്യമുള്ളത് എന്ന് നാം തീരുമാനിക്കണം. കോരഹ് പുത്രന്മാർ പറയുന്നു, ആലയത്തിൻ്റെ പ്രാകാരത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ ആലയത്തിന് 3 ഭാഗമുണ്ട്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്നിടത്ത് എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റത്തില്ല, എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ വിശുദ്ധ സ്ഥലത്തും കുറച്ച് ആൾക്കാർക്കേ പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ പ്രാകാരത്തിൽ ജാതികളും മറ്റുള്ളവർക്കും പ്രാകാരത്തിലും അല്ല, പ്രാകാരത്തിൻ്റെ പുറത്ത് വന്ന് നിൽക്കാം. ഹല്ലേലൂയ. പ്രാകാരത്തിൽ ദൈവത്തോട് ഉടമ്പടി ചെയ്തവർക്കേ കയറാൻ പറ്റത്തുള്ളൂ. എന്നാൽ പ്രാകാരത്തിൻ്റെ പുറത്ത് കാവൽ നിൽക്കുന്ന ഒരു പണി പോലും വലുതെന്ന് ഇവിടെ ഹല്ലേലൂയ കോരഹ് പുത്രന്മാർ വിളിച്ചു പറയുന്നു. അവർ പറയുന്നു, പ്രാകാരത്തിൽ പോലും കയറണ്ട, അതിൻ്റെ വാതിക്കൽ വന്ന് നിൽക്കുന്നത്, അവിടെ കാവൽക്കാരനായിരിക്കുന്നത് ഏറ്റവും ഭാഗ്യമാണ്. പ്രിയരെ, അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് പറയുന്നു, ക്രൂശിലെ രക്തത്താൽ വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു മാറ്റി നമ്മെ വിശുദ്ധ സ്ഥലത്തേക്ക് കയറ്റിയത് യേശുവിൻ്റെ രക്തമാണ്. അതുകൊണ്ട് കൃപാസനത്തിൽ ഇന്ന് ധൈര്യത്തോടെ വന്നിരിക്കാം. പ്രാകാരത്തിൽ വന്നിരിക്കുകയല്ല, വിശുദ്ധ സ്ഥലത്ത് വരികയല്ല, അതിവിശുദ്ധ സ്ഥലത്ത് ഹല്ലേലൂയ ധൈര്യത്തോടെ കയറി ചെല്ലാൻ ഇന്ന് പകൽക്കാലവും ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ അധികാരമുണ്ട്, പ്രവേശനമുണ്ട്. ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ ഒരു ഭക്തൻ വിളിച്ചു പറയുന്നു, ആ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് ഏറെ ഇഷ്ടം. പ്രിയരെ, നിന്നെ വാതിൽ കാവൽക്കാരനാക്കിയല്ലോ വിളിച്ചത്. ഏത് സമയത്തും ധൈര്യത്തോടെ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെല്ലാൻ വാതിൽ തുറന്നിട്ടിരിക്കുക. ഇന്ന് പകൽക്കാലം നമുക്ക് മറ്റൊരു ഇടയിൽ നിൽക്കാൻ ആരും വേണ്ട, നമുക്കൊരു മധ്യസ്ഥൻ വേണ്ട, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളും വേണ്ട. ഹല്ലേലൂയ. ഒറ്റ വേർഡ് മതി, ഞാൻ അപ്പാ അങ്ങേ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഏത് വ്യക്തിയെയും, യേശുവിനെ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ കൈക്കൊള്ളുന്ന ഏത് വ്യക്തിയെയും മകനാകാൻ അവൻ അധികാരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് പുത്രത്വത്തിൻ്റെ അവകാശം പ്രാപിച്ചുകൊണ്ട് അപ്പാ എന്ന് വിളിച്ചുകൊണ്ട്, പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ ദൈവസന്നിധിയിലേക്ക്
ധൈര്യത്തോടെ കയറി ചെല്ലാം. പ്രിയരെ, നീ കയറി ചെല്ലുമ്പോൾ വാതിൽ അടയ്ക്കത്തില്ല, മുഖം തിരിച്ച് കളയത്തില്ല. അവൻ കരം നീട്ടി നിന്നെ സ്വീകരിക്കുന്ന നല്ല അപ്പനത്രേ. അങ്ങനെയെങ്കിൽ അവൻ്റെ സന്നിധിയിൽ, ആ ആലയത്തിൽ ഹല്ലേലൂയ നമുക്ക് സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ലോകത്തിൽ മറ്റെന്തിനേക്കാട്ടിലും സംതൃപ്തി നൽകുന്ന, സന്തോഷം തരുന്ന ഹല്ലേലൂയ ദൈവസന്നിധിയിലാണ് നാം അടുത്തു വരുന്നത്. തള്ളിക്കളയാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം ഇന്ന് പകൽക്കാലവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതത്തിൽ ഏറ്റവും ഉത്തമം, ഏറ്റവും വലിയത് ദൈവത്തെ സേവിക്കുക എന്നതാ, ദൈവസന്നിധിയിൽ വരിക എന്നതാ. നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ആലയത്തിലേക്ക് എന്നെ അടുപ്പിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം, അങ്ങയുടെ മകനാക്കി എന്നെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം, ആലയത്തിൻ്റെ വാതിൽ എനിക്ക് വേണ്ടി തുറന്നതിനാൽ നന്ദി കർത്താവേ. ഒന്ന് പറയാൻ പറ്റുമോ? ആ ഇരിക്കുന്ന ഇരിപ്പിൽ, ആ ഭവനത്തിലിരുന്നുകൊണ്ട് കര ഉയർത്തിയിട്ട് പറഞ്ഞ് ഒന്ന് നന്ദി പറഞ്ഞാട്ട്, ഒന്ന് സ്തുതിച്ചിട്ട് പറ, കർത്താവേ, എന്നെ ആലയത്തിനകത്ത് കയറ്റിയല്ലോ. പുറം പറമ്പിൽ കിടന്ന എന്നെ, തള്ളപ്പെട്ട എന്നെ, യോഗ്യതയില്ലാത്ത എന്നെ, പാപിയായ എന്നെ അങ്ങയുടെ ആലയത്തിനകത്ത് പ്രാകാരത്തിലല്ല, വിശുദ്ധ സ്ഥലത്തല്ല, അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിന് മുമ്പാകെ ധൈര്യത്തോടെ കടന്നു വരുവാൻ, അപ്പാ എന്ന് വിളിപ്പാൻ ഇന്ന് പകൽക്കാലം തന്ന കൃപയ്ക്കായി സ്തോത്രം, 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 സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, ദൈവത്തെ സ്തുതിച്ചാട്ട്. നല്ല കർത്താവേ, ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന നിൻ്റെ മക്കളെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് നൽകിയ വലിയ അധികാരത്തിനായി സ്തോത്രം. മക്കളെന്ന അവകാശം തന്നല്ലോ. വാതിൽ കാവൽക്കാരനല്ല അപ്പാ, അപ്പയുടെ സന്നിധി വന്നിരിക്കാൻ, അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് പാദത്തെങ്കിൽ ഇരിപ്പാൻ, അപ്പയെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കണം. ദൈവസന്നിധിയിലുള്ള സന്തോഷ പരിപൂർണത, സമാധാനം, സമൃദ്ധി, സന്തോഷം കൊണ്ട് ഈ കുടുംബങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.